ഇന്ദിരാഗാന്ധിയുടെ ജനസമിതിക്കുള്ള കാരണങ്ങൾ എന്തെല്ലാം? സോഷ്യലിസ്റ്റ് ആഭിമുഖ്യമുള്ള പദ്ധതികൾ, ഭൂപരിഷ്കരണം നടപ്പിലാക്കൽ, പാർട്ടിയിലെ സ്ഥാനം ശക്തിപ്പെടുത്തിയത്. ബംഗ്ലാദേശ് യുദ്ധം ഇന്ദിരാഗാന്ധിയുടെ ജനസമിതി വർദ്ധിപ്പിച്ചു. ജനങ്ങൾ പാവപ്പെട്ടവരുടെ രക്ഷകയായി ഇന്ദിരാഗാന്ധിയെ കണ്ടു. പ്രിവി പേഴ്സ് നിർത്തലാക്കി. 10 പരിപാടികൾ ഇന്ദിരാഗാന്ധിയുടെ ജനസമിതി വർദ്ധിപ്പിച്ചു. ഇന്ത്യയുടെ സുരക്ഷാ തന്ത്രങ്ങൾ: സൈനിക ശേഷി വർദ്ധിപ്പിക്കുക. ദേശീയ സുരക്ഷിതത്വത്തിന് അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ 1974 1990 ഇന്ത്യ ആണവായുധ പരീക്ഷണം നടത്തി. ഒന്നാമത്തത് സൈനിക ശേഷി വർദ്ധിപ്പിക്കുക. ദേശീയ സുരക്ഷിതത്വത്തിന് അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ 1974 1990 ഇന്ത്യ ആണവായുധ പരീക്ഷണം നടത്തി. അന്താരാഷ്ട്ര സംഘടനകളെ ശക്തിപ്പെടുത്തുക. നീതിനിഷ്ഠമായ അന്താരാഷ്ട്ര സംഘടനകൾ രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വത്തെ വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ കരുതുന്നു. നീതിനിഷ്ഠമായ അന്താരാഷ്ട്ര സംഘടനകൾ രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വത്തെ വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ കരുതുന്നു. ഇന്ത്യയുടെ സുരക്ഷിതത്വ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സംഘടനകളെ ശക്തിപ്പെടുത്തൽ അത്യാവശ്യമാണെന്ന് ഇന്ത്യ കരുതുന്നു. ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനം ഇന്ത്യയിൽ ശക്തിപ്പെടുത്തുക. ജനാധിപത്യപരമായ ഒരു രാഷ്ട്രീയ സംവിധാനം നടപ്പാക്കിക്കൊണ്ട് ഇന്ത്യ ദേശീയ ഐക്യം കാത്തുരക്ഷിച്ചു വരുന്നു. ജനാധിപത്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിനകത്ത് സുരക്ഷിതത്വ വെല്ലുവിളികളെ നേരിടുക എന്നതാണ് ഇന്ത്യയുടെ തന്ത്രം. രാജ്യത്തിനകത്ത് സുരക്ഷിതത്വ വെല്ലുവിളികളെ നേരിടുക എന്നതാണ് ഇന്ത്യയുടെ തന്ത്രം. സാമ്പത്തിക വികസനം സാധ്യമാക്കുക. സാമ്പത്തിക വളർച്ചയും മാനവിക വികസനവും സുരക്ഷിതത്വത്തിനുള്ള മാർഗം കൂടിയാണ്. ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറ്റാനും സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കാനും പറ്റിയ വിധത്തിൽ സാമ്പത്തിക വികസനം സാധ്യമാക്കാനുള്ള ശ്രമം ഇന്ത്യ നടത്തിവരുന്നു. ഒന്നുകൂടി പറയാം, ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറ്റാനും സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കാനും പറ്റിയ വിധത്തിൽ സാമ്പത്തിക വികസനം സാധ്യമാക്കാനുള്ള ശ്രമം ഇന്ത്യ നടത്തിവരുന്നു. ഇന്ത്യയുടെ ആണവ നയം: 1974 1998 ഇന്ത്യ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തി. അണുശക്തി സമാധാന കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ ആണവായുധങ്ങൾ, അതാണ് ഇന്ത്യയുടെ നയം. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ ആണവായുധങ്ങൾ, അതാണ് ഇന്ത്യയുടെ നയം. വിവേചനപരമല്ലാത്ത ആണവായുധ ഇന്ത്യ നിർവ്യാപനത്തിന് തയ്യാർ. വിവേചനപരമല്ലാതെ ആണവായുധ ഇന്ത്യ നിർവ്യാപനത്തിന് തയ്യാർ. ഇന്ത്യ ആണവായുധം ആദ്യം പ്രയോഗിക്കുകയില്ല. ആണവായുധം ഇല്ലാത്ത രാജ്യത്തിനു മേൽ ഇന്ത്യ ആണവായുധം പ്രയോഗിക്കുകയില്ല. ഇന്ത്യ ആണവായുധം ആദ്യം പ്രയോഗിക്കില്ല. ആണവായുധങ്ങൾ ഇല്ലാത്ത രാജ്യത്തിൻ്റെ മേൽ ഇന്ത്യ ആണവായുധം പ്രയോഗിക്കില്ല. ആണവ രാജ്യങ്ങളുടെ വ്യാപനത്തെ ഇന്ത്യ എതിർക്കുന്നു. ആണവ രാജ്യങ്ങളുടെ വ്യാപനത്തെ ഇന്ത്യ എതിർക്കുന്നു. CTBT, NPT എന്നിവ വിവേചനപരമാണെന്ന് വിശ്വസിക്കുന്നതിനാൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല. CTBT, NPT എന്നിവ വിവേചനപരമാണെന്ന് വിശ്വസിക്കുന്നതിനാൽ ഇന്ത്യ ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി വിശദീകരിക്കുക. ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ ക്യൂബയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടു. സോവിയറ്റ് നേതാവായ നികിത ക്രുഷ്ചോവ് ക്യൂബയ്ക്ക് സാമ്പത്തികവും നയതന്ത്രപരവുമായ സഹായം നൽകി. അമേരിക്ക ക്യൂബയെ ആക്രമിക്കുമെന്ന പരിഭ്രാന്തിയിൽ സോവിയറ്റ് യൂണിയൻ ക്യൂബയിൽ അമേരിക്കയെ ലക്ഷ്യമാക്കി മിസൈലുകൾ സ്ഥാപിച്ചു. ക്യൂബയിലേക്ക് മിസൈലുകൾ കൊണ്ടുവന്നിരുന്ന സോവിയറ്റ് കപ്പലുകളെ തടഞ്ഞു നിർത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡി നിർദ്ദേശം നൽകി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ വക്കിലെത്തി കാര്യങ്ങൾ. 1962 നടന്ന ഈ സംഭവത്തെയാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് വിളിക്കുന്നത്. 1962 ഈ സംഭവം നടന്നത്. ഈ സംഭവത്തെയാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് പറയുന്നത്.